പുരുഷന്മാരിൽ സൈക്കാട്രിക് പ്രശ്നങ്ങൾ എത്രത്തോളം കൂടുതലാണ് എന്ന് പലപ്പോഴും നമ്മൾ കണ്ടറിയുന്നില്ല. പലപ്പോഴും അത് മിസ്സായി പോകുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യണതിൽ സൂയിസൈഡ് കംപ്ലീറ്റ് ആക്കി മരണം സംഭവിച്ച കേസുകളിൽ 10 കേസുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ 7 കേസസിലും പുരുഷന്മാരാണ് സൂയിസൈഡ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക. സ്ത്രീകൾ പലതവണ കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ വളരെ സിവിയർ ആയിട്ടുള്ള മെത്തേഡും ഏറ്റവും അധികം റിസ്ക് കൂടിയ മെത്തേഡ്സ് ചെയ്യുന്നത് സാധാരണ പുരുഷന്മാരാണ്. എത്ര പുരുഷന്മാരാണ് ടെൻഷൻ ഉണ്ട് എന്നുള്ള കാര്യം അംഗീകരിക്കുക, അല്ലെങ്കിൽ അതിനായിട്ട് ഹെൽപ്പ് ചോദിക്കുക. പലപ്പോഴും സ്ത്രീകൾക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവർ അതിനെപ്പറ്റി സംസാരിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ത്രീക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരതിനെപ്പറ്റി സംസാരിച്ചിട്ട് ആ ബുദ്ധിമുട്ട് കുറേയൊക്കെ അറിയിക്കും. പക്ഷേ ആണുങ്ങൾ പ്രത്യേകിച്ചും അത് ഉള്ളിൽ വെച്ച് വേറെ പല രീതിയിലായിരിക്കും പ്രശ്നങ്ങൾ വരിക. അതിങ്ങനെ ഉള്ളിൽ വെച്ചിട്ടാണ് ചില സമയത്ത് ഒരു സൂയിസൈഡ് വരെ കാര്യങ്ങൾ എത്തിപ്പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ മെൻസ് മെൻ്റൽ ഹെൽത്ത് ഡേ പ്രത്യേകം നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും സ്ട്രെസ്സ് ഒരേപോലെ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് പുറമെ കാണുന്ന രീതി വേറെ ആയിരിക്കും. പുരുഷന്മാരിൽ അത് അധികവും ദേഷ്യമായിട്ട് പ്രകടിപ്പിക്കുക, ഉറക്കമില്ലായ്മ, മദ്യപാനം, വേറെ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുക, പ്രത്യേകിച്ച് ഒരു കാരണമില്ലാണ്ട് തെറ്റായ വഴികൾക്ക് പോവുക. പക്ഷെ പുറമേക്ക് ഈ വിഷയം അറിയിക്കാണ്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകലാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് അതൊരു മനസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് ഈ മെൻ്റൽ ഹെൽത്ത് ഡേ ദിവസം നമ്മൾ പ്രത്യേകം മനസ്സിൽ ഓർത്തു വയ്ക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ആരെങ്കിലും നമ്മളുടെ ഇടയിൽ പുരുഷന്മാരിൽ ആരെങ്കിലും ചിന്തിച്ചിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയോ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ പൊതുവെ അതിനെപ്പറ്റി സംസാരിക്കാൻ നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവർക്കും മടിയാണ്. പക്ഷെ ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. എന്താ അങ്ങനെ ചിന്തിച്ചിരിക്കണേ, എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും വിഷയത്തിനെ പറ്റിയിട്ട് ചിന്തിച്ചിരിക്കുകയാണോ, എന്നോട് വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞിട്ട് ഒരു ഹെൽപ്പ് ഓഫർ ചെയ്യേണ്ടത് എപ്പോഴും നല്ലതാണ്. ഈ കാര്യം മാത്രം ഓർക്കുക. പുരുഷന്മാരിൽ സ്ട്രെസ്സുള്ള കാര്യം പുറമേക്ക് കാണാത്ത കാരണം ഇടയ്ക്ക് അത് നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടു പോകരുത്.